ചില ഭക്ഷണത്തിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിഷ്വലൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും അല്ലേ? വിഷ്വൽ മാത്രമല്ല അതിൻ്റെ മണവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കണ്ണടച്ചൊന്ന് നോക്കിയേ. മണം മാത്രമല്ല, വിഷ്വൽ മാത്രമല്ല, നമുക്ക് ആക്ച്വലി മണവും വരുന്നുണ്ട് അല്ലേ? അതേപോലെയാണ് ശരിക്കും ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മണം അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് എന്തൊക്കെ രുചികരമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് എന്താണ് രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നമ്മുടെ സ്വന്തം ബിറ്റി ചേച്ചിയോട് ചോദിച്ചറിയാം. ബിറ്റി ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മുടെ ചിക്കനും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മണം ഇങ്ങനെ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കി തരുന്നത്? ഇന്ന് നമുക്കൊരു അടിപൊളി ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു പയ്യോളി ചിക്കൻ ആയാലോ? പയ്യോളി ചിക്കൻ. എന്താ പയ്യോളി ചിക്കൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഷോപ്സിലും ഒക്കെ കേട്ടിട്ടുണ്ട്. പയ്യോളി ചിക്കൻ എന്തെങ്കിലും അതിന്റെ പിന്നിൽ കഥയുണ്ടോ? അതിന്റെ പിന്നിലെ കഥ എനിക്ക് കൂടുതൽ അറിയത്തില്ല. ബട്ട് ഇതിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് അട്രാക്ട് ചെയ്ത ഒരു സംഭവം. എന്നുവെച്ചാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ഒരുപാട് നമുക്ക് മസാലകളില്ല, പക്ഷെ സ്പൈസിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. വളരെ എളുപ്പം ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് വീട്ടിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര ക്വാണ്ടിറ്റി ആണ് എല്ലാം എന്ന് പറഞ്ഞ് നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് ആയിക്കോട്ടെ. നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനും. ചിക്കൻ ഉണ്ട്, ചിക്കൻ പിന്നെ ലെഗ് പീസസ് ആണ്. നമ്മൾ ലെഗ് പീസസ് ആണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇത് ലെഗ് പീസസ് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലെഗ് പീസസ് എടുത്ത് വെക്കുന്നത്. പിന്നെ ഇത് മുളകാണ്, നമ്മുടെ കാശ്മീരി ചില്ലി വറ്റൽ മുളക് ഇതില്ലേ, ഈ മുളക്. ഇത് ഞാനൊരു 10 മിനിറ്റ്സ് വെള്ളത്തിൽ ബോയിൽ ചെയ്ത് പേസ്റ്റ് ആക്കിയിരിക്കുന്നത്. അതായത് നമ്മളുടെ കാശ്മീരി മുളകാണ്, കളറിന് വേണ്ടിയിട്ടുള്ള. എരിവ് കുറവുള്ള എരിവുണ്ടാവും. പക്ഷെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 7 പീസ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 ടേബിൾ സ്പൂൺ മുളകാണ് എടുക്കുന്നത്. കളറും കിട്ടും, സ്പൈസിനെസ് ഉണ്ടാവും, ആവശ്യത്തിനുള്ള സ്പൈസിനെസ് ഉണ്ടാവും അതിന്. കാശ്മീരി മുളക് പക്ഷെ കൂടുതലും കളറിനാണ് എടുക്കുന്നത്. അപ്പൊ 10 മിനിറ്റ് വെള്ളത്തിൽ നല്ലതായിട്ട് വേവിച്ച് അത് വെള്ളം വറ്റി വന്നിട്ട് ഇത് മിക്സിയിലിട്ട് അരയ്ക്കും. അപ്പൊ അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടും, കേർഡ് ഇടും, വിനീഗറും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പൊ ഇതിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിലിട്ട് നമ്മളുടെ വിനീഗർ ഉണ്ട്, കേർഡ് ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, 10 മുളകും ഉണ്ട്. അല്ല 10 മിനിറ്റ് വേവിച്ച് 5 ടേബിൾ സ്പൂൺ മുളക്. 5 ടേബിൾ സ്പൂൺ മുളക്. അത് എത്രയും കൂടെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ചതച്ച് നല്ലോണം അരച്ച് എടുക്കുക നമ്മൾ. ഇച്ചിരി വെള്ളത്തിന്റെ ആവശ്യമില്ല, ബിക്കോസ് കേർഡും വിനീഗറും ഉള്ളപ്പോൾ തന്നെ അതിന്റെ ആ കൺസിസ്റ്റൻസിൽ ഇതങ്ങ് അരിഞ്ഞു വരും. പിന്നെ നമ്മളിപ്പോ സെപ്പറേറ്റ് വീണ്ടും കേർഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. കേർഡ്, ഇത് ഉപ്പും മഞ്ഞളും. കേർഡും ആവശ്യത്തിന് ഉള്ളത്. കേർഡ് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മീറ്റിന്. പിന്നെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇത് ഗരം മസാല പൊടിച്ചെടുത്തതാണോ? അതെ, ഗരം മസാല വീട്ടിൽ പൊടിച്ചത്. കരിവേപ്പിലയും തേങ്ങയും പച്ചമുളകും അത് ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട്. അത് ഇറച്ചിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. അത് സസ്പെൻസ് ആണ്. തുടങ്ങിയാലോ? കുറിക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ ചിക്കനിൽ ഈ മസാല നമ്മളങ്ങ് മിക്സ് ചെയ്യാം. ഇത് ഇത്രയും നമ്മളൊന്ന് മാറ്റി വെക്കുക. കുറച്ച് ഒരു ഹാഫ് സ്പൂണോളം ഉള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും മഞ്ഞളും. 2 ടേബിൾ സ്പൂൺ കേർഡും കൂടി ഞാൻ വീണ്ടും ചേർക്കുക. ഗരം മസാല ഇതിന് സ്പൂണൊന്നും പറ്റില്ല, ഇത് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ആയിട്ട് എല്ലാം കിട്ടില്ല അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലോട്ടൊക്കെ ആ ഒരു കണ്ടന്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്യാറുണ്ട് അല്ലേ ചിക്കനിൽ? ഞാൻ പക്ഷേ ഇത് ലൈൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് നമുക്ക് ഡ്രം സ്റ്റിക്ക് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന, അത് നോർമലി അത് ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും ആ മീറ്റ്. ഇതിനെ നമ്മളൊരു 2 hours മാരിനേറ്റ് ചെയ്യാനായിട്ട് അങ്ങ് വെക്കുക. അപ്പോൾ എന്തായാലും ഇതിനെ കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജിൽ 2 hours വെച്ചിട്ട് ഓടി വരാം കേട്ടോ. ബാക്കിയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം വേണ്ടിയത്. ശരി, അപ്പോൾ നമ്മൾ ഇതിനെ ഒരു 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓടി വരാം.
അപ്പോൾ ഇതേ നമ്മളൊരു 2 hours നമ്മളുടെ ചിക്കനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മളൊരു 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് പുറത്തെടുത്ത് വെക്കണം. ഡയറക്റ്റ്ലി നമുക്ക് എടുത്ത് അങ്ങ് വറക്കാനിടാം. ശരി. എത്ര ഇരിക്കും തോറും അതെ അതെ. നോർമലി ഞാൻ ചെയ്യുന്ന വെച്ചാൽ തലേദിവസം നൈറ്റ് മാരിനേറ്റ് എല്ലാം. പക്ഷേ ഉണ്ടല്ലോ, കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാലും അത് പിരിന്നു പോകാനായിട്ടും ചാൻസ് ഇല്ല. കുഴപ്പമില്ല. ഇതൊന്ന് പാൻ നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ എൽസാസ് മാജിക് ബൈറ്റ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല കേട്ടോ. എൽസാസ് മാജിക് ബൈറ്റ്സിലെ നമ്മുടെ ബിറ്റി മനുവാണ് ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത്. നമ്മൾ ബിറ്റീനെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം എൽസാസ് മാജിക് ബൈറ്റ്സ് എന്ന് പറയുന്ന വെഞ്ചറിൽ നമ്മൾ ആകെ ബേക്കിംഗ് അങ്ങനത്തെ പരിപാടീസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹോം ഷെഫായിട്ട് ഇറങ്ങിയില്ല, പ്ലാനും ഇല്ല. ബേക്കിംഗ് ആണ് കൂടുതൽ. പിന്നെ ഒറ്റയ്ക്കല്ലേ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, ഹെൽപ്പിന് വേറെ ആകില്ലല്ലോ. അതാകുമ്പോ ഏതെങ്കിലും ഒന്നേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. ബേക്കിംഗ് തന്നെ ഓൾറെഡി ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തിരക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ഒരു സിംഗിൾ കോൺസെൻട്രേഷൻ ആണ് എപ്പോഴും നല്ലത്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിനെ പഴയ സോപ്പ് ഇട്ടിട്ട് നൈസായിട്ട് ഒരു ദിവസം വീട്ടിൽ ഉണ്ടാക്കി തരാണ്. അപ്പൊ തൽക്കാലം പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കാനായിട്ടുള്ള ഒരു വകുപ്പ് നമുക്കില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുട്ടി കുട്ടി ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എളുപ്പം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഇത് പാൻ ചൂടായി എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഓക്കെ, മുക്കി അങ്ങ് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നൊക്കെയാ നമ്മുടെ വെഞ്ചുവൽ ബേക്കിംഗ് യൂണിറ്റ് എന്ന് എന്തൊക്കെയാണ് കൂടുതൽ ഐറ്റംസ് പോകുന്നത്? സിഗ്നേച്ചർ ഐറ്റംസ് കൂടുതൽ പോകാറുണ്ട്. നമുക്ക് പീനട്ട് ബട്ടർ ട്രഫിൾ ഉണ്ട്. അത് ആദ്യം ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് സിഗ്നേച്ചർ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മാജിക് ഷാർലെ. എന്താണ് മാജിക് ഷാർലെ എന്ന് പറയുന്നത്? ഫ്രൂട്ട് സാലഡ്, കസ്റ്റേർഡ് ബേസ്ഡ് ഫ്രൂട്ട് സാലഡ്. നമ്മൾ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ കിട്ടുന്നത് ആ ബേസ് വെച്ചിട്ട് നമ്മൾ സ്പോഞ്ചിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് കേക്ക് തന്നെയാണ്. കേക്കിന്റെ ലേയേഴ്സിൽ കേക്ക് സോക്ക് ചെയ്യുന്ന പോലും ആ സിറപ്പ് വെച്ചിട്ടാണ്, ഫ്രൂട്ട് സിറപ്പ് വെച്ചിട്ടാണ്. റിച്ച് ആണ്, നല്ല റിച്ച്. അതെ, നല്ല ക്രീമി ഒരു ടെക്സ്ചർ ആണ് അതിന്റെ. ഇപ്പൊ എണ്ണ ചൂടായി. അപ്പം ബാക്കി മെനുവും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ പേജിൽ ഉണ്ടാവും. എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പേജിൽ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ തന്നെ ഒരു കോൾ എവയാണ് ബിറ്റി ചേച്ചി. അതെ, ഒരു കോളോ വാട്സാപ്പിങ്ങോ എവയാണ്. അപ്പൊ അത് കാരണം നമ്മളെ എണ്ണ ചൂടായി. നമ്മളിപ്പോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ സൗണ്ട് കേൾക്കാൻ തന്നെ എന്തൊരു സുഖമല്ലേ. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് മുരിഞ്ഞു വരണം. ഓക്കെ, അതിന്റെ ആ മണം എനിക്ക് തോന്നുന്നു കേടും ആ വിനീഗറും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു രക്ഷയില്ല കേട്ടോ. അതിന്റെ മണം ഇങ്ങനെ നിൽക്കുക, വായിലാണ് വെള്ളം ഊറിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരി, അപ്പൊ ഇത് നമുക്ക് കുറച്ച് സമയം എടുക്കും അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്ത് ഇതിനെ അതൊന്ന് അവിടെ എണ്ണയിൽ കിടന്ന് കുളിക്കട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കുട്ടൻ ഇവിടെ എണ്ണയിലൊക്കെ മുങ്ങി കുളിച്ച് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റിയിട്ട് അടുത്ത ലാസ്റ്റില് കോക്കനട്ട് ഗ്രേറ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതിൽ സസ്പെൻസ് ഉണ്ടാകും. ഒരു കാര്യം ചെയ്യാനുണ്ട്. അങ്ങോട്ട് പോയി എത്ര എണ്ണം ഇതിൻ്റെ അകത്തുണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. കണ്ടല്ലോ അല്ലേ? നമ്മൾ നല്ല രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? ഇനിയും ഇതിന് ആക്ച്വലി ഈ പയ്യോളി ചിക്കൻ്റെ ഒരു മെയിൻ ഒരു ടേസ്റ്റ് എൻഹാൻസർ എന്ന് പറയുന്നത് ഈ മുളകാണെങ്കിൽ പോലും ഈ ലാസ്റ്റിലത്തെ ഈ ഒരു ഫ്രൈയിങ് ആണ്. അപ്പൊ ഈ എണ്ണ ഞാൻ അതാന്ന് പറഞ്ഞു, ഒരുപാട് എണ്ണ നമുക്ക് വേണ്ട, കുറച്ച് എണ്ണ മതി. അപ്പൊ അതിലേക്ക് തേങ്ങ ഒരു പിടി തേങ്ങ നമുക്ക് കുറച്ച് എടുത്ത് അതും മുളകും കരിവേപ്പിലയും അതിൻ്റെ കൂടെ മുളക് പേസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതും
മുളക്. ഓക്കെ. പയ്യോളി ചിക്കൻ ഇപ്പം ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാധനം. അതെ അതെ. അങ്ങനെ അതിന്റെ റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടാക്കി. അതെ അതെ അതെ. അപ്പൊ എന്ത് സാധനം ഇങ്ങനെ നമുക്ക് കണ്ടാലും ട്രൈ ചെയ്ത് നോക്കും. അത് നമ്മളൊക്കെ എന്ത് ചെയ്യും, എന്ത് സാധനം കണ്ടാലും അന്നേരം പോയി ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ല, വാങ്ങി കഴിച്ച് ട്രൈ ചെയ്യണം എന്ന് തോന്നാറുണ്ട്. ഇതൊന്ന് ഈ എണ്ണയിലൊന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞു വരണം. സെറ്റായി. പെട്ടെന്ന് തന്നെ ഇത് മൊരിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഇതിന്. ആ വറുത്ത എണ്ണയിൽ തന്നെ എടുക്കുമ്പോൾ കണ്ടോ നമ്മുടെ എണ്ണ അധികം വേസ്റ്റ് ആവത്തില്ല. ശരിക്കും വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എണ്ണയും കുറച്ച് യൂസ് ചെയ്യാം. പുതിയ എണ്ണ ആയിരിക്കുമല്ലോ. അതെ, വെളിച്ചെണ്ണയല്ലേ നമ്മൾ എടുക്കുന്നതും. നമ്മൾ പിന്നെ വീട്ടിൽ ഒരിക്കലും ഒരു തവണ വറുത്താൽ തന്നെ നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നമ്മളതങ്ങ് ഡിസ്കാർഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഒന്നിനും എടുക്കത്തില്ലല്ലോ. ഇനി ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇടുക. ഉടനെ നമ്മൾ കഴിക്കാൻ പാടില്ല. ഓക്കെ. അതെന്താ ഉടനെ കഴിക്കാൻ പാടില്ല? അതിന്റെ ആ തേങ്ങ വറുത്തതിന്റെ എല്ലാം കൂടി ഫ്ലേവർ ആ ചിക്കനിൽ ഒന്ന് ഇറക്കണം. ഒരു 5 minutes അങ്ങനെ ഒന്ന് വെച്ചിട്ട് എടുക്കുമ്പോൾ വീണ്ടും ക്ഷമപരീക്ഷണമാണ് ഇവിടെ. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ഇത്രയും നേരം നമ്മൾ പറയില്ലേ, ആവോളം കാക്കാങ്കി അല്ല വേവോളം കാക്കാങ്കി ആവോളം കാക്കാന്ന് പറയില്ലേ. അപ്പൊ എന്തായാലും ഒരു 5 minute ഇതിന്റെ ആ ഒരു കോക്കനട്ട് ഗ്രേറ്റിങ്ങിന്റെ ആ ഫ്രൈ ചെയ്തതിന്റെ ഒക്കെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ, ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നല്ല. അതെ, എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ബാക്ക് ടു നമ്മുടെ എൽസാസ് മാജിക് ബൈറ്റ്സ്. അപ്പം നമ്മൾ ഓർഡേഴ്സ് ഒക്കെ എങ്ങനെയാണ് എടുക്കണേ? ഒരു ദിവസം പ്രീ ഓർഡറിലാണ് മിനിമം 1 day എങ്കിലും ഓർഡർ തരണം എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറില്ല. എപ്പോൾ എല്ലാം കേക്ക്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അന്നേരം ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നോർമലി ഒരു കേക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു 4 to 5 hours ടൈം വേണം. അല്ലാതെ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്പോഞ്ച് ചെയ്ത് വെക്കുന്നവരായിരിക്കണം. അപ്പം അങ്ങനെ ഉള്ളവരല്ലല്ലോ. നമ്മളൊരു ഹോം ബേക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 day prior നമുക്ക് വേണം എന്ന് പറയുന്നത്. മാത്രമല്ല അത് അത്രയും നേരം ഇരിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 5 to 6 hours എങ്കിലും അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അതെങ്കിൽ അത് പെർഫെക്ഷൻ എത്തത്തുള്ളൂ കേക്കിന്റെ. അപ്പോൾ ഒരു ദിവസം ഇത്ര ഓർഡേഴ്സ് എടുക്കുള്ളൂ എന്നൊക്കെയാണോ? പറ്റുന്ന അത്രയും എടുക്കാറുണ്ട്, ചെയ്യാൻ പറ്റുന്ന അത്രയും എടുക്കാറുണ്ട്. 5 minute ആയില്ലേ? ടേസ്റ്റി അങ്ങനെ ഫൈനലി നമ്മൾ കടക്കുകയാണ് ടേസ്റ്റിങ്ങിലേക്ക്. നിറയെ ചിക്കൻ പീസസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കുഞ്ഞു പീസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ മസാലയും കൂടി അതും ആ മസാലയും കൂടെ നല്ല ചൂടുണ്ട്. ആ കുഞ്ഞു ചിക്കൻ പീസും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഞാനിത് മാത്രമേ കഴിക്കുള്ളൂ എന്ന്. ഇല്ല, ഇതിപ്പോൾ ജസ്റ്റ് സാമ്പിൾ കഴിക്കട്ടെ. ഇത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാവേ. കൂടെ നമ്മൾ ആ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്തും കൂടെ എടുക്കണ്ടേ. നമ്മൾ ഭയങ്കര സന്തോഷം വരുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടില്ലല്ലോ. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? ആ അവസ്ഥയിലാണ് ഞാൻ. വാക്കുകൾ ശരിക്കും കിട്ടുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ശരിക്കും കിള്ളായിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുക്കായിരുന്നു. കിഡിലായിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ബിരിയാണിയിൽ സോപ്പിട്ട് കഴിഞ്ഞ് ഉണ്ടാക്കി തരും. കിഡിലായിട്ടുണ്ട്, യമ്മി ആയിട്ടുണ്ട്, മസ്റ്റ് ട്രൈ. അപ്പോൾ എന്തായാലും ഞാനിത് സാവധാനം ചെന്നിരുന്ന് രുചിക്കട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു ഐറ്റവുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. അല്ലേ? തീർച്ചയായിട്ടും. വീണ്ടും നമുക്ക് കുറേ റെസിപ്പീസ് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ദിസ് ഇസ് ശിൽപ ഗോപകുമാർ ആൻഡ് ദിസ് ഇസ് ബിറ്റി മനു. Signing off. Bye.